ഹലോ, അപ്പോൾ പെരുന്നാളെല്ലാം വരുന്നുണ്ടല്ലോ, നമുക്കൊന്ന് അടിപൊളിയായിട്ട് റെഡിയാവാം. അപ്പോൾ ആദ്യം ഞാനിവിടെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്കിന്ന് നല്ലോണം ഡ്രൈ സ്കിൻ ആയതിനെക്കൊണ്ട് കുറച്ച് നല്ലോണം അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. ഷോപ്പറിൻ്റെ ഫൗണ്ടേഷൻ ഞാനിവിടെ യൂസ് ആക്കുന്നുണ്ട്. ഇത് ഫുൾ കവറേജ് തരുന്നതിനെ കൊണ്ട് കളർ കറക്ഷൻ ആക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ബ്രഷ് യൂസ് ആക്കുന്നുണ്ട്. ബ്രഷും യൂസ് ആക്കാം, ബ്ലെൻഡറും യൂസ് ആക്കാം. ബ്രഷ് ആകുമ്പോൾ ഫുൾ കവറേജ് കിട്ടും, ബ്ലെൻഡർ ആകുമ്പോൾ അത്യാവശ്യം കവറേജ് കിട്ടും. ഞാനിവിടെ ഫുൾ ഫേസ് ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ആക്കുന്നുള്ളൂ, കണ്ണിൻ്റെ മുകളിലായാലും. അപ്പോൾ കൺസീലർ യൂസ് ആക്കുന്നില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല, ഫൗണ്ടേഷൻ മാത്രം മതി. നെക്സ്റ്റ് ഞാനിവിടെ പൗഡർ ലോക്കാക്കി കൊടുക്കുന്നുണ്ട്. കോമ്പാക്റ്റ് ആയാലും ലൂസ് പൗഡർ ആയാലും ഏതായാലും നല്ല ബാങ്കിൽ ലോക്കാക്കി കൊടുത്താൽ രാവിലെ നിന്ന് വൈകുന്നേരം വരെ ഞങ്ങളുടെ മേക്കപ്പ് അതുപോലെ തന്നെ ഉണ്ടാവും. ഐ മേക്കപ്പിന് ഞാനിവിടെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് യൂസ് ആക്കിയിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഷിമ്മറും കൂടി യൂസ് ആക്കിയിട്ടുണ്ട്. ഐലൈനർ എൻ്റെ ഫേസിന് കണക്കായിട്ട് ഞാൻ ഐലൈനർ എഴുതി കൊടുത്തിട്ടുണ്ട്. ആ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക്, ഇത് ഒരുപാട് വൈറലായ ഒരു ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാനിവിടെ യൂസ് ആക്കുന്നുണ്ട്. കുറച്ച് ഡാർക്കായിട്ട് തന്നെ ഞാനൊരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്ലഷ് അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. ബ്ലഷ് ഇല്ലാതെ ഞങ്ങളെ മേക്കപ്പ് കംപ്ലീറ്റ് ആവില്ലല്ലോ, അപ്പോൾ ലൈറ്റായിട്ട് ഞാനിവിടെ ബ്ലഷ് അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാജൽ യൂസ് ആക്കിയിട്ടില്ല, ഐലൈനർ മാത്രമേ യൂസ് ആക്കിയിട്ടുള്ളൂ. കാജലിന് പകരം ഞാൻ ഷിമ്മർ അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഡ്രസ്സിന് പെർഫെക്റ്റ് മാച്ചാണ് ഷിമ്മർ അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ കണ്ണ് ഒന്നും കൂടി തിളങ്ങും. എന്നിട്ട് കുറച്ച് മസ്കാര അപ്ലൈ ആക്കി കൊടുത്ത് ഹൈലൈറ്റ് പോയിൻറ്റ്സിൽ ഞാൻ ഹൈലൈറ്ററും കൂടി അപ്ലൈ ആക്കി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ഫൈനലായിട്ട് ഞാൻ NYBൻ്റെ സെറ്റിംഗ് സ്പ്രേ യൂസ് ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് യൂസ് ആക്കിയ ഒരു സെറ്റിംഗ് സ്പ്രേ, ബട്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ഞാനിവിടെ മേക്കപ്പ് ആക്കിയത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കി പറയാം. നെക്സ്റ്റ് ഞാൻ ഇനിയും ഒന്നും കൂടി പാങ്ങിൽ എക്സ്പ്ലെയിൻ ആക്കിയിട്ട് ഒരു വീഡിയോ കൂടി ഞാൻ ആക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഏതായാലും ലൈക്കും കമൻ്റ് ആക്കാൻ മറക്കണ്ട.